സൂപ്പർ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വാല്യുവേഷനൊക്കെ ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 27 തൊട്ട് 29 വരെയായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത്. അതും പ്രകാരം അതൊക്കെ കംപ്ലീറ്റായി. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളും ആകെ ഒരു ടെൻഷൻ്റെ മുൾമുനയിലാണ് നിൽക്കുന്നതെന്നും അറിയാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എല്ലാ വർഷങ്ങളിലും നിങ്ങളെപ്പോലെ എല്ലാ വർഷങ്ങളും ഇതേപോലെ അനുഭവിച്ചിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. ഇത് ഇന്നലെയോ ഇന്നോ ഒന്നും തുടങ്ങിയതല്ല, ഒരു 10 വർഷമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾ ഈ വർഷം എഴുതിയെന്നുള്ളത് മാത്രം. അപ്പോൾ ഇതിൻ്റെ മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ മീൻസ് നിങ്ങൾ ഈ വാല്യുവേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെറിയ മാർക്കിനൊക്കെ പലരും തോക്കുക. ചെറിയ എന്ന് പറഞ്ഞാൽ 18 വേണ്ടടുത്ത് 17, 16 ഭയങ്കര വിഷമത്തോടു കൂടി ഒത്തിരി പേര് പറയാറുണ്ട്. ടീച്ചേഴ്സിന് ചിലപ്പോൾ അറിയായിരിക്കും 18 ആയിട്ടില്ല, 17 ഉള്ളൂ, വേണം ഒരു മാർക്ക് കൂടെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ജയിപ്പിക്കാം എന്നൊക്കെയുള്ള ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ മനസ്സിലുണ്ടാവും. ചിലർ ഇടാനും സാധ്യത ഇല്ല, ചിലർ ഇടുകയും ചെയ്യും. ഇതൊക്കെ പല രീതിയിൽ കൂടെയാണ്, ആംഗിളിൽ കൂടെയാണ് അവർ കാണുന്നത്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ചില അനുഭവങ്ങളൊക്കെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചില കുട്ടികളുടെ നിന്നും ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ ഈ സ്ക്രൂട്ടിനി ടെസ്റ്റിലൊക്കെ പേപ്പർ എടുപ്പിച്ചിട്ട് ചിലപ്പം ഇത് ആ സമയത്ത് നോക്കിയ ടീച്ചേഴ്സിൻ്റെ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട് മാർക്ക് ഇടുമ്പോഴൊക്കെ. കാരണം നമ്മൾക്ക് ഉള്ള മാർക്ക് എന്തായാലും ടീച്ചേഴ്സ് ഇടും, അതിനത് ഒരു സംശയമില്ല. പിന്നെ ഇത്തിരി ലിബറലായിട്ട് നോക്കുക എന്നുള്ളത് നമുക്ക് ആ ടീച്ചേഴ്സിൻ്റെ ആ മനോഭാവത്തിൽ മാത്രം കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ എക്സാമിൽ പ്രത്യേകിച്ച് മാത്സ് നല്ല ടഫായിരുന്നു, ഞാനത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ 2 ക്വസ്റ്റ്യൻസുകൾ, രണ്ടാമത്തേതും 9ാമത്തെ ക്വസ്റ്റ്യൻസിലുള്ളതും പല സ്കൂളുകളിലും റെഗുലറായിട്ടുള്ള സ്കൂളുകളിൽ പോലും അതൊന്നും പഠിപ്പിച്ച്, കാരണം അതൊന്നും സിലബസിലില്ല എന്നുള്ളത് ഉറപ്പിച്ചുള്ള ക്വസ്റ്റ്യനായിരുന്നു. പക്ഷേ നമുക്ക് അത് എങ്ങനെയാണ് വാല്യൂ ചെയ്തത് എന്നുള്ളത് അത് മാത്രമേ ഉള്ളൂ മറ്റൊരു പ്രോബ്ലം. എൻ്റെ നോട്ടത്തിൽ അതൊരു വാല്യൂ ചെയ്തതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നോക്കുന്ന ടീച്ചേഴ്സിന് തീരുമാനിക്കാം എന്നുള്ള രീതിയാണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു രീതി കൂടെ മാർക്ക് ഇട്ട് കൊടുത്തേരെ എന്നുള്ളൊരു വലിയൊരു ഡിക്ലറേഷനൊന്നുമില്ല. ആ ക്വസ്റ്റ്യനെയൊക്കെ കുറിച്ച് ടീച്ചേഴ്സിന് വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് തീരുമാനിക്കാം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ രീതി, അങ്ങനെയുള്ള രീതി കൂടെയാണ് വന്നേക്കുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പം അതുകൊണ്ട് മാർക്കിൻ്റെ കാര്യത്തിൽ ആ സംഭവത്തിൻ്റെ മാർക്ക് നമുക്ക് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇത് +2-ൽ റെഗുലറായിട്ട് ഒരു സ്കൂളുകളിലും കൃത്യമായിട്ട് ആ പ്രോബ്ലങ്ങളെ ഒന്നും കൂടുതൽ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ചില ഞാൻ എപ്പോഴും പറയുന്ന പോലെ അറിയാതെ വല്ലവരോടും അല്ലെങ്കിൽ ഒന്ന് ചുമ്മാതെ പഠിപ്പിച്ചേക്കാം, അത് സിലബസിലില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ പഠിപ്പിക്കുന്നതും. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചെടുത്തൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളൂ, അല്ലാതെ എങ്ങുമേ ഇത് പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് ആ 2ാമത്തെ ക്വസ്റ്റ്യൻ നല്ല ടഫായിരുന്നു. സാധാരണ ഒരു കുട്ടിയും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നത് അതുമല്ലായിരുന്നു. നെക്സ്റ്റ് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അത്രയും പ്രോബ്ലം ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് കെമിസ്ട്രിയൊക്കെ ഒത്തിരി കുട്ടികൾ നല്ലതുപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. മാത്സ് ആയിരുന്നു ഈ വർഷത്തെ വില്ലൻ. അതിപ്പോൾ 1-2 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വില്ലത്തരം എവിടം വരെ ചെല്ലുമെന്നുള്ളത് അറിയത്തില്ല. റെഗുലർ കുട്ടികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. റെഗുലറിനേക്കാളും കൂടുതൽ ഇപ്പോൾ സേ എക്സാമിനും വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും മാർക്ക് വരുന്നത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുക, എല്ലാവരും ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. റിസൾട്ട് എന്തായാലും ഒരു 10-ാം തീയതിക്ക് ശേഷം പ്രതീക്ഷിച്ചാൽ മതി. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ജൂലൈ 15-ന് ശേഷം കണ്ടാവും വന്നെന്ന് തോന്നുന്നു റിസൾട്ട്. ഈ വർഷം അത്രയും ലേറ്റ് ആവത്തില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കും. പക്ഷേ നമ്മുടെ പലരുടെയും അഡ്മിഷൻ ചാൻസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സത്യമുണ്ട്. പലയിടത്തും അഡ്മിഷൻ കംപ്ലീറ്റ് ആവുന്നു എന്നൊക്കെ ഉള്ളതും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് ടെൻഷൻ ഉള്ളതാണ്. അപ്പോൾ ഒരു ദിവസത്തിന് മുൻപ് വന്നാൽ അവരുടെ ഒരു ചാൻസ് ചിലപ്പോൾ ജയിച്ച് അങ്ങോട്ട് അടുത്ത കോഴ്സിന് പോകാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം കഴിയുന്നവർ ചിലപ്പോൾ ആ ചാൻസ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവത്തില്ല എന്ന് ഇതോടുകൂടി നിങ്ങൾ തീരുമാനം എടുക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഒരു അബദ്ധമൊക്കെയാ പറ്റും. പലർക്കും എന്തോ ഈ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലരുണ്ട് തോക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ അബദ്ധം പറ്റിയ ഒരാളാണെങ്കിൽ ഇനി മനഃപൂർവ്വം തോറ്റൊരാണേലും ഇപ്പോൾ പഠിച്ചല്ലോ എന്തുമാത്രം പ്രശ്നങ്ങളാണല്ലേ ഈ സമയങ്ങളിൽ. കുറച്ച് നാളുകൊണ്ട് വീട്ടിലാണേലും പ്രശ്നം, പിന്നെ പലരും ചോദിക്കുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ. ഇനി അടുത്തൊരു കോഴ്സിന് പോകും. നിങ്ങളിപ്പം ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങൾ മെച്യൂരിറ്റി ലെവൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെ കറക്റ്റായിട്ട് തിരിച്ചറിയാനുള്ള കഴിവാകുന്നു.
അന്നേരം നമുക്ക് ഈ വിഷമങ്ങളൊക്കെ വരും. അയ്യോ പഠിക്കാത്തതിൻ്റെ പേരിൽ എന്തുമാത്രം വിഷമങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ ഏത് കോഴ്സിന് പോയാലും ഒരു കോഴ്സും മോശമല്ല. എല്ലാവരും എഞ്ചിനീയറിങ്ങിന് നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് എഞ്ചിനീയറിങ്ങിന് പോയി, നിങ്ങൾ വേറെ ഇങ്ങനെ IT ഒക്കെ പോയുള്ളൂ, ഒരു പ്രശ്നമില്ല. അതൊന്നും ഒരു മാനസികമായിട്ട് പ്രശ്നമാക്കണ്ട. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് നല്ലതായിട്ട് എത്രമാത്രം നോക്കിയാൽ മതി. അതിനെക്കുറിച്ചൊന്നും വിഷമിച്ച് നിങ്ങൾ എന്തായാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക, ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഇനിയും നിങ്ങൾ ഏത് കോഴ്സിന് പോയാലും ഉണ്ടാവരുത്. റെഗുലറായിട്ട് പഠിക്കുക, റെഗുലറായിട്ടുള്ള എക്സാമിനെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഉറപ്പ് വരുത്തുക, ഏറ്റവും മാക്സിമം മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലോട്ട് വഴുതി വീഴാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, കാരണം ചിലപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു ചാൻസ് വന്നു എക്സാം എഴുതി ജയിക്കാമല്ലോ, ചിലതിന് അതുപോലും പറ്റില്ല, തോറ്റതാ, ചിലപ്പം അങ്ങനെ നമുക്ക് ആ കോഴ്സ് നിർത്തേണ്ടി വരും. പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റിസ്കിനും പോവാതെ എല്ലാവരും മാക്സിമം അടുത്ത കോഴ്സിന് പോയി ഏറ്റവും നല്ലവണ്ണം പഠിച്ച് നല്ല മാർക്കുകളോടുകൂടി പാസ്സാകുമ്പോൾ ഈ മുറിവൊക്കെ ഉണങ്ങിപ്പോകും മക്കളെ. ഒന്നും ഒരു വിഷമമില്ല, ആരുമേ ശ്രദ്ധിക്കത്തില്ല, ഒന്നുമില്ല. പക്ഷേ ഈ സമയത്ത് നമുക്ക് അതിനെ ഈ പ്രശ്നം ഒന്ന് കവർ ചെയ്യണം. അതിന് ഇങ്ങനെ ദിവസങ്ങളുണ്ട്. അതിൻ്റെ സമയമാകുമ്പോൾ അതും കവർ ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങളൊരു കോഴ്സും പഠിച്ചൊരു ജോലി കിട്ടുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറും കേട്ടോ. ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ഈ ടെൻഷൻ അടിക്കുന്നതൊന്നും വലിയ കാര്യം, വലിയ ടെൻഷനിലോട്ടൊന്നും പോകാതെ വരട്ടെ എന്നുള്ള രീതിയിൽ കൂടെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ വരട്ടെ, റിസൾട്ട് വരട്ടെ, എന്താണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ നീങ്ങും. ദാറ്റ്സ് ഓൾ. അത്രയും വിചാരിച്ചാൽ മതി. ഇവിടെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇതൊന്നും ആദ്യത്തെ വർഷമല്ല ഇങ്ങനത്തെ നമ്മൾ ഇനിയും റിസൾട്ട് വരുന്നു, ആ പ്രശ്നങ്ങളൊക്കെ എല്ലാ വർഷവും ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും മാക്സിമം പോസിറ്റീവായിട്ട്, അത്രേ ഞാൻ വരുന്നുള്ളൂ, മാക്സിമം പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കണം. എന്ത് വന്നാലും നേരിടും, എന്ത് വന്നാലും അതിനനുസരിച്ചുള്ള അടുത്ത പണി ചെയ്യും, അടുത്ത രീതി ചെയ്യും. അത്ര ഓർക്കുക കേട്ടോ. ഒന്നുമേ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തായാലും പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പല രീതിയിൽ കൂടെയും മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർഗ്ഗം കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് വിഷസ് ഒന്നുകൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.